നമ്മൾ ഈ വില്ലീസ് ലിഫ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി 4 ജാക്കി ഉണ്ടാക്കാൻ പോണ്. റിയലിസ്റ്റിക് ലുക്കുള്ള നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ വീലും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ജാക്കിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു PVC ഉണ്ട്, ഇത് പിന്നെ പഴയ ഒരു ഹാങ്കറാണ്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള. പിന്നെ നമ്മുടെ സ്കെയില്, ആക്സോ ബ്ലേഡ്, പിന്നെ നമ്മുടെ കട്ടർ, പിന്നെ കുറച്ച് ഫോം ബോർഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ PVC ഒരു എനിക്കൊന്ന് 3/4 ഇഞ്ചിന്റെ PVC ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ PVC നമ്മൾ ഏകദേശം ഒരു ഹൈറ്റ് നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഹൈറ്റ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ജാക്കിയുടെ മെയിൻ കമ്പോണന്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് PVCയുടെ ഒരു ചെറിയ പീസ് വേണം കേട്ടോ. അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കട്ടിങ് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം പേപ്പർ പിടിച്ചൊന്ന് സെറ്റ് ചെയ്യണേ. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഒരു പീസാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഈ പാർട്ട് നമുക്ക് നേരെ ഹാഫ് ആക്കി എടുക്കണം. അങ്ങനെ ഇത് 2 പാർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ നമുക്ക് ഇങ്ങനെ കൂട്ടി ഒട്ടിക്കണേ. ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ ശരിക്കും ജാക്കിയുടെ ഏറ്റവും ടോപ്പിലെ പോർഷനായിട്ട് വരുന്നത് ഇതിലായിരിക്കും നമ്മുടെ ആക്സിലൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ പീസ് രണ്ടും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കൂട്ടി ഒട്ടിച്ച് കൊടുക്കാം. സാധനം PVC ആയതുകൊണ്ട് തന്നെ 2 കൂട്ടി ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ ഈ പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ PVCയുടെ യൂസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് PVCയുടെ ഇത്രയും പാർട്സ് മതി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ശരിക്കും ഇതിന്റെ പൊസിഷൻ വരുന്നത് ഇത് നമ്മുടെ ബേസ്, ഇതിന്റെ മുകളിൽ നമുക്കൊരു പില്ലർ വരും, ഒരു ചെറിയൊരു റോഡ് പോലെ ഒരു സാധനം വരും. അതിന്റെ മുകളിൽ നമ്മൾ ഇതിങ്ങനെ കണക്ട് ചെയ്യും. പിന്നെ നമുക്ക് അടിയിൽ ഒരു അത്യാവശ്യം റൗണ്ടുള്ള ഒരു ബേസ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ശരിക്കും ഇതിന് മുകളിൽ ഒരു കവറിങ് ഉണ്ടാക്കണം. ഇതിന് മുകളിൽ ഫുള്ളായിട്ട് നമ്മളൊരു ക്യാപ്പ് ഉണ്ടാക്കും. ആ ക്യാപ്പിനകത്തൂടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് നമ്മുടെ നടുക്കൂടെ പോകുന്ന റോഡിനെ അതിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഫോം ബോർഡിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പഴയ ഒരു പീസ് ഫോം ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സെയിം റൗണ്ടിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ റൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്ത് അപ്പോൾ ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനി സൈഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടല്ലോ നമ്മുടെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പൈപ്പിലേക്ക് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കണം. അതിനുശേഷം നമ്മൾ പേപ്പർ ഒടിച്ചതിന്റെ ഷേപ്പ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഗം ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ ഒട്ടുകയും ചെയ്യും. ഇതിനകത്തൊരു തുള്ളി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കൂടിപ്പോയാലും പ്രശ്നമാണ് കേട്ടോ. ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മുടെ കയ്യിലോട്ടൊക്കെ ഇത് വന്ന് ഫുള്ള് ഒട്ടിപ്പോകും. അത് മിക്കവാറും സംഭവിക്കുന്നതാണ് കേട്ടോ. കയ്യിലൊക്കെ ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അപ്പം തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അറിഞ്ഞില്ലെങ്കിലാണ് കൈ അവിടെ ഒട്ടിയിരിക്കും. ചിലപ്പോൾ ടേബിളിലൊക്കെ ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കൈ അവസാനം എടുക്കുമ്പോൾ അവിടെ ഒട്ടിയിരിക്കും. ഈ മിനിയേച്ചർ ചെയ്യുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ടാസ്ക്കാണ്. നമ്മൾ റൗണ്ട് വരച്ചത് ശരിക്കും ഇതിന്റെ ഒരു ഷേപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് സെന്ററിൽ ഒരു തുള ഇടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോബാണ്. കറക്റ്റ് സെന്ററിൽ വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സെന്റർ വേണ്ട. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഇടുവാണ്. മിക്കവാറും സെന്ററായി വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇവിടെ ആയിരിക്കും തോന്നുന്നു. ഇവിടെ ഏകദേശം ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയാണ്. നമുക്കിനി ഡ്രിൽ ചെയ്താണ് നമ്മൾ വലുതാക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമ്മുടെ വണ്ടിയിൽ ലിഫ്റ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു ബാർ നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഹാങ്കറിന്റെ ഒരു പോർഷനാണ്. ഇത് ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്, നല്ല റൗണ്ടുമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ സെന്ററിൽ പോകാം. ഇതേ കണ്ടല്ലോ, ഈ പീസ് നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറ്റിവിടും. കുറച്ച് ഇറക്കി വിട്ടിട്ട് നമ്മളിവിടെ ഗ്ലൂ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ജാക്കിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോർഷൻ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് മുകളിലേക്കും താഴേക്കും ഇറക്കുകയും ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. ഭാവിയിൽ നമുക്ക് അതുപോലെ ഒരു സാധനം ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നത് അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണെങ്കിലും ഫ്യൂച്ചറിൽ നമ്മളത് ചെയ്യും. ഇപ്പം നമ്മൾ ശരിക്കും പെർമനന്റ് ഹൈറ്റിൽ ഫിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ജാക്കി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു ഹോൾ ഇടാം. ഏകദേശം അതിന്റെ സൈസിലൂടെ ഫിറ്റ് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കൈ പിടിച്ച് ചേരുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ നമുക്ക് ഇത്രയും ചെറിയ സാധനം ആയതുകൊണ്ട് അത് പറ്റുള്ളൂ. ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ റഫായിട്ട് ഒന്ന് കയറ്റി നോക്കാം. ഇത് കയറോ ഇല്ലയോ എന്നുള്ള കാര്യം. നല്ല ടൈറ്റാണ്. ടൈറ്റായിട്ടിരിക്കുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. കാരണം ഇത് ഓൾറെഡി ടൈറ്റായിട്ട് ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ പില്ലർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത് വരും. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ PVCയുടെ പീസ് ഇത് ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ജാക്കിയുടെ ഒരു റഫായിട്ടുള്ള ഷേപ്പ് കേട്ടോ. പക്ഷെ നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട് ഒരു റിയലിസ്റ്റിക് ലുക്ക് വരുത്താൻ വേണ്ടി. അപ്പോൾ ഇനി ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ശരിക്കും ഇതിൻ്റെ എഡ്ജ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കാരണം ഇങ്ങനെ ഇരിക്കുന്ന മഹാപവറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ബേസിൻ്റെ ഷേപ്പ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പീസ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇവിടെ ഗ്ലൂ ചെയ്യും. ശരിക്കും ഈ പീസ് ഇതിൻ്റെ ടോപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ പീസ് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കാൻ ഇച്ചിരി പാടാണ്, ഇത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഇതിന് അടിയിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കും. കർവ് ചെയ്യുമ്പോഴത്തേനും ഇത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇത് വരുന്നുള്ളൂ. നമുക്ക് എല്ലാ ടൂൾസും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഫുള്ള് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സാൻഡ് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ്. അത് കറക്റ്റ് സെൻറ്ററിൽ റബ്ബ് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ നമ്മൾ ആ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇത്ര എഫോർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ടൈപ്സ് വീഡിയോസ് ഇനി കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും. ഇനി ശരിക്കും ഈ ഷേപ്പിന് ഇത്ര നീളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ മെയിൻ 3 പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെക്കുന്ന എങ്ങനെ റഫായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ബേസ് ഇങ്ങനെ വരും, പിന്നെ നമ്മുടെ സെൻട്രിൽ കൂടെയുള്ള ബാർ ഇങ്ങനെ വരും. ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഷേപ്പ് വരും കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെച്ച് അങ്ങ് ഒട്ടിക്കും. ഇനി നമ്മുടെ ടോപ്പ് പോർഷനും കൂടെ നമുക്ക് ഗ്ലൂ ചെയ്യാമേ. നമ്മുടെ മെയിൻ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ബേസിന് ശരിക്കും ഈ റൗണ്ട് പോരാ, കാരണം മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അടിയിൽ നമുക്ക് റൗണ്ടിൽ ഒരു പ്ലാറ്റ്ഫോം കൂടെ സെറ്റ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ ബേസ് ഏതെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഇതിലേക്ക് ഒട്ടിക്കണം. ഇതിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് കർവ് ചെയ്തെടുക്കണേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേസിലേക്ക് ഇതിനെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസിക് ഒരു സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ജാക്കിയുടെ. ഇത് നമുക്ക് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ, എന്തൊരു ഹൈറ്റ് വരുമെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു സൈഡിലെ വീല് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാമേ. നമ്മുടെ ജാക്കിൻ്റെ എഫിഷ്യൻസി എന്തോരുണ്ടെന്ന് ഇപ്പോൾ അറിയാം, അതുപോലെ സ്ട്രോങ് ആണെന്നൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ സൈഡിൽ ഓക്കെ, ഒരു പ്രശ്നമില്ല, സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മൾ ജാക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ വീലും പൊങ്ങി നിൽക്കുക. എനിക്ക് തോന്നുന്നത് ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. എന്താണ് നമ്മൾ ഇതിനെ ഫ്യൂച്ചറിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സെറ്റ് ചെയ്യും കേട്ടോ. ഇപ്പം നമുക്കിത് പ്രശ്നമില്ല. 4 ജാക്കും വന്നു കഴിയുമ്പോഴത്തേക്കിനും വലിയ കുഴപ്പമില്ല. നമ്മുടെ വർക്ക് ചെയ്യാനുള്ള സാധനം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജാക്കിന്റെ ബേസിക് സ്ട്രക്ചർ കംപ്ലീറ്റ് ആണ് കേട്ടോ. പക്ഷേ ഇത് കാണാൻ സത്യം പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആണ്. അപ്പം നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഒരു ഒറിജിനൽ ലുക്ക് വരുത്താൻ വേണ്ടി കുറച്ച് സാധനങ്ങളൂടെ ഫിറ്റ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതേപോലെ നമ്മൾ ഇതുപോലത്തെ ചെറിയ 4 ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇവിടെ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ 4 പീസ് 4 സൈഡിലും കൊടുത്ത് നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ബേസിന്റെ സ്ട്രക്ചർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ജാക്കിനൊക്കെ ഒരു ഹാൻഡിൽ കാണുമായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഹാൻഡിലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ റിയൽ മെറ്റൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ലെങ്ത് അങ്ങ് മുറിച്ചെടുക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഹാൻഡിൽ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഹാൻഡിലിന്റെ ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുക്കണം. നല്ല കട്ടിയാണ്, ശരിക്കും ചെറുത് ഞാൻ നോക്കിയതാണ്, പക്ഷെ കിട്ടിയില്ല. ഓക്കെ, ഇത്ര ബെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് ഈ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹാൻഡിൽ കയറ്റി വെക്കാൻ വേണ്ടി 2 തുള ഇടാൻ പോവാണ്. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഫസ്റ്റ് ഹോൾ നമ്മൾ അങ്ങ് ഇടാൻ പോവാണ്. അടുത്തത് വേണ്ട നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ 2 ഹോളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കയറ്റി ഇട്ടാൽ മതി. ശരിക്കും കയറ്റി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം കറക്റ്റ് ആയിട്ടിരുന്നോളും. അങ്ങനെ നമ്മൾ ഹാൻഡിൽ കയറ്റി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ചെറുതായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ മെയിൻ സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും. ഹാൻഡിലൊക്കെ ഉണ്ട്. ഹാൻഡിലെ വേണമെങ്കിൽ പിടിച്ച് ഇങ്ങനെ പൊക്കിയൊക്കെ എടുക്കാം. അപ്പോൾ ഈ സൈഡൊക്കെ ശരിക്കും ബ്ലാങ്ക് ആണ്. നമ്മൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ഈ ഒറിജിനൽ ജാക്കിന് ശരിക്കും ഇവിടെ ഒരു കുഞ്ഞ് സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ഇത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷിംഗ് പോളിൻ്റെ ഒരു പഴയ ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഒരു സ്ട്രക്ചറോടെ ഉണ്ടാക്കാൻ പോവാണ്. ഏകദേശം ഈ ഒരു ഹൈറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചെറിയ പീസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് മെയിൻ സ്ട്രക്ചറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഈ സ്ട്രക്ചർ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അങ്ങ് ഒട്ടിക്കുകയാണ്. ശരിക്കുള്ള റിയൽ ജാക്കിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ലിവർ ഈ ഒരു ഹോളിൽ ഇട്ടിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് ശരിക്കും മുകളിലത്തെ പാട്ട് പൊങ്ങി വരുന്നത്. നമുക്ക് വർക്കിംഗ് അല്ല, പക്ഷേ നമ്മൾ ലുക്കിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒട്ടിച്ചു നോക്കാം. ഇതേ അങ്ങനെ നമ്മുടെ ജാക്കിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ഉണ്ടാക്കിയാൽ പോരാ. നമുക്ക് 4 വീലും ലിഫ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ അതുപോലത്തെ സെയിം സ്ട്രക്ചർ നമുക്ക് 4 ഉണ്ടാക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോക്ക് അത് കാണിക്കുന്നില്ല. ഇത് 4 ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കിത് പെയിന്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് അമലിന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ജാക്ക് നമുക്ക് അമലിനെ കാണിച്ചിട്ട് അമലിന്റെ ഒരു ഒപ്പീനിയൻ അറിയാം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. 4 നമ്മൾ എടുക്കുന്നു. അമലേ അമൽ ഫുള്ള് ബിസിയാണ് കേട്ടോ. അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ പരിപാടിയായിട്ട് വരുന്നത്. എന്തായാലും അമൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, അടിപൊളിയാണല്ലോ. വർക്കിംഗ് അല്ലെന്നേ ഉള്ളൂ. വർക്കിംഗ് അല്ലെങ്കിലും
സാധനം പൊളി. അതല്ല എന്നെ പഠിപ്പിക്കും കൂടെ ചെയ്യണം എങ്ങനെ പെയിന്റ് ചെയ്യുന്നത്. പിന്നെ സ്പ്രേ പെയിന്റിങ്ങിന്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ സ്പ്രേ പെയിന്റിങ് പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലീസ് നമുക്ക് ഡിസ്മാൻഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോൾ നമുക്ക് ചുമ്മാ പെയിന്റ് ചെയ്താൽ മതി. പക്ഷേ അത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ എന്താണെങ്കിലും ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. ഫസ്റ്റ് പ്രൈമറിനുള്ള സാധനം മിക്സ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ജസ്റ്റ് എന്നെ ഒന്ന് കാണിച്ചു തരണേ ഫസ്റ്റ് എങ്ങനെയാന്ന്. അതേപോലെ ഞാൻ ഒന്ന് അടിച്ചു നോക്കാം. 4 ഒരുമിച്ച് വെച്ചേക്കട്ടെ. നമ്മൾ പ്രൈമർ അടിച്ചപ്പോൾ തന്നെ സാധനത്തിൻ്റെ ലുക്ക് ഫുള്ള് മാറിയുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്കൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ റെഡ് അടിച്ച് നോക്കുവാണേ. ഇതാണ് ഫസ്റ്റ് റെഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലേക്കുള്ള പോർഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒന്ന് ടേപ്പ് ചെയ്യുവാണ്. അതൊരു കുഴപ്പമില്ല. അതായത് നമ്മുടെ ഫസ്റ്റ് ജാക്കിൻ്റെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലേ അമലെ? പോകുന്നില്ല, അടിപൊളി. അമലെ ഒന്ന് എടുത്ത് കാണിച്ച്. അപ്പോൾ സാധനം ഒരു അത്യാവശ്യം റിയലിസ്റ്റിക് ലുക്കൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ അമലിൻ്റെ വർക്ക് റിലേറ്റഡ് ഒരു സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അമലെ താങ്ക് യു സോ മച്ച്. പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ചേക്കാം സാധനം. നോക്കിയിട്ട് പറ. ഓക്കെ എന്നാൽ ബൈ ബൈ. ഇത് അങ്ങനെ നമ്മുടെ 4 ജാക്കിൻ്റെയും പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം നല്ല രസമുണ്ട്, ഒരു റിയലിസ്റ്റിക് ലുക്കൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ജാക്ക് വെച്ചിട്ട് നമ്മൾ വണ്ടീനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് എങ്ങനെ ഇരിക്കുന്നത് നോക്കാം. നമ്മുടെ ഹാൻഡിൽ നമുക്ക് പിടിച്ച് ഇങ്ങനെ തന്നെ പൊസിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ജാക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കൂടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് 2 എണ്ണം വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇതാണ് കേട്ടോ നമ്മുടെ അവസ്ഥ. ഇതിപ്പം വലിയ ഹൈറ്റ് പ്രശ്നമില്ല. വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നന്നായിട്ട് ലിഫ്റ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടി. ഓക്കെ, ഇനി ബാക്കിലേയും കൂടെ നമുക്ക് വെക്കാം. ഇത് അങ്ങനെ 4 ജാക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി കറക്റ്റായിട്ട് ലിഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അടിയിൽ നിന്നുള്ള സ്പേസ് ഒക്കെ കിട്ടും. നമുക്ക് വീലൊക്കെ കഴിഞ്ഞ് ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം അടിയിൽ നിന്ന് നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള കണ്ടൻസ് ആയിരിക്കും നമ്മുടെ വീഡിയോസിൽ ഇനിയും വരുന്നത്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വില്ലീസിനെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യാൻ പോവാണ്. കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യും. അപ്പോൾ അതായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമ്മൾ തമ്മിൽ എടുക്കാൻ വേണ്ടി ജീപ്പ് പുറത്ത് കൊണ്ട് വെച്ചപ്പോൾ തന്നെ ഒരാൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടാ ജീപ്പ് ഇഷ്ടപ്പെട്ടോടാ? സൂപ്പറാണോ? സൂപ്പർ.